നമസ്കാരം. ഞാനിന്ന് ഒരു വളരെ ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ചെറിയൊരു സംഭവം, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ എന്തായാലും ഈ വർഷത്തെ അല്ലെങ്കിൽ ഏതൊരു വർഷത്തെയും ഏറ്റവും മികച്ച ഒരു സീസണാണ് സിനിമയെ സംബന്ധിച്ച് ഈ വിഷുക്കാലം എന്ന് പറയുന്നത്. ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ നല്ല സിനിമകളായതുകൊണ്ട് വിഷുവിന് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും തന്നെ നല്ല അഭിപ്രായം നേടി മുന്നേറുന്നു. അതുമാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ ഒരുമിച്ചെത്തി രണ്ടും ഒരുമിച്ച് ഹിറ്റാവുന്നു എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതിക്ക് മുമ്പ് രണ്ടുപേരും ഒരുമിച്ചെത്തിയിട്ട് രണ്ടുപേരുടെയും ചിത്രങ്ങൾ സാമ്പത്തിക വിജയം നേടിയത് അല്ലെങ്കിൽ ഹിറ്റായത് ഏത് വർഷമാണ്, ഏതൊക്കെ ചിത്രങ്ങളാണെന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ അതിനെപ്പറ്റി അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് 2010 ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായിട്ടുള്ള പ്രാഞ്ചിയേട്ടനും അതോടൊപ്പം തന്നെ റിലീസ് ചെയ്ത സിക്കാർ എന്ന് പറയുന്ന ചിത്രവുമാണ് രണ്ടുപേർക്കും വിജയം നേടിക്കൊടുത്ത ചിത്രം. നമുക്കെല്ലാവർക്കും അറിയാം, സിക്കാർ പത്മകുമാറിൻ്റെ ചിത്രമായിരുന്നു. അതൊരു ആക്ഷൻ മൂഡിലൊക്കെ പോയൊരു ചിത്രമായിരുന്നു. നല്ല അഭിപ്രായം നേടി നല്ലൊരു ഹിറ്റായി മാറിയ ചിത്രമാണ്. എന്നാൽ പ്രാഞ്ചിയേട്ടനെ സംബന്ധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. സിക്കാർ ആ ഒരു ടൈമിൽ ഹിറ്റായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രാഞ്ചിയേട്ടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം പ്രാഞ്ചിയേട്ടന് അന്ന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ വളരെ ശാന്തമായിട്ട് വന്നിറങ്ങി വലിയൊരു തരംഗമായി വലിയൊരു ഹിറ്റായി മാറിയ ഒരു ചിത്രമാണ്. മാത്രമല്ല, മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിട്ട് മാറി നിൽക്കുന്ന ചിത്രം കൂടിയാണ് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വർഷം ഇറങ്ങിയ ആ രണ്ട് ചിത്രങ്ങളും നല്ലൊരു വലിയ വിജയങ്ങളാവുകയും എന്നാൽ അതിനുശേഷം രണ്ടുപേരും പലപ്പോഴായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ചിത്രങ്ങൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ചിത്രം മാത്രം വിജയിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് കാണാറുണ്ടായത്. പിന്നീട് കുറച്ചും കൂടി ഒരല്പം കൂടി നല്ലൊരു ഫൈറ്റ് വന്നു എന്ന് വേണം, നല്ല ഫൈറ്റ് വന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങുന്നത്. തോപ്പിൽ ജോപ്പൻ ഒരു ഫ്ലോപ്പ് ആയിരുന്നില്ല, പക്ഷേ പുലിമുരുകൻ്റെ മുമ്പിൽ അത് ഒന്നും നേടാതെ പോയി എന്നതാണ് സത്യം. പക്ഷേ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ചിത്രം എത്തിയില്ല. ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ അവസാനത്തെ വലിയൊരു ഫൈറ്റും രണ്ടുപേർക്കും വിജയം നേടിയതും ഈ പറഞ്ഞ 2010 അപ്പോൾ ഓക്കെ, ആ ഒരു കാര്യം പറയാൻ കരുതിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി.